Hello, ഞാൻ ലാലി ജോസഫ്. വെൽക്കം ബാക്ക് ടു സ്പാനിഷ് വിത്ത് ലാലി. ¿Cómo están ustedes? How you all are doing? Hope you all are doing well. Okay, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒബ്ജക്റ്റ് അറൗണ്ട് യു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഒരുപാട് ഒബ്ജക്റ്റ് ഉണ്ടല്ലോ, എല്ലാം കൂടി ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാൻ പറ്റുമെന്ന്. പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഒരു 3 വേർഡ് മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ല കൊസീന, ദി കിച്ചൺ. എന്തുകൊണ്ടാണ് എല്ലാം ഇവിടെ ഇട്ടത് കൊസീനയുടെ മുൻപിലായിട്ട്? ബിക്കോസ് കൊസീന എന്ന നൗൺ ഒരു ഫെമിനിയൻ നൗൺ ആയതുകൊണ്ടാണ് നമ്മൾ ല ഉപയോഗിച്ചത്. ല കൊസീന. ഇനി എൽ റെഫ്രിജറേറ്റർ, ദി ഫ്രിഡ്ജ് അല്ലെങ്കിൽ റെഫ്രിജറേറ്റർ. എന്തുകൊണ്ടാണ് നമ്മളവിടെ എൽ ഉപയോഗിച്ചത്? റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ ഫ്രിഡ്ജ് ഒരു മസ്കുലിൻ ആയതുകൊണ്ടാണ്. ആ നൗൺ ഒരു മസ്കുലിൻ നൗൺ ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ മുൻപിലായിട്ട് ഡി എന്നുള്ള സ്ഥലത്ത് എൽ ഉപയോഗിച്ചത്. ഇനി എൽ ദെസായുനോ, ദി ബ്രേക്ക്ഫാസ്റ്റ്. അവിടെ നമ്മൾ എന്താണ് എൽ ഉപയോഗിച്ചത്? എൽ ഉപയോഗിച്ചതിൻ്റെ കാരണം ദെസായുനോ എന്ന് പറയുന്നത് ആ നൗൺ ഒരു മസ്കുലിനാണ്. അതുകൊണ്ട് നമ്മൾ എൽ ഉപയോഗിച്ചു. ദി ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പം എന്തൊക്കെ പഠിച്ചു? നമ്മൾ 3 നൗൺസ് പഠിച്ചു അല്ലേ? ല കൊസീന, ദി കിച്ചൺ, എൽ റെഫ്രിജറേറ്റർ. നമ്മൾ ജിക്ക് എപ്പോഴും ഹെ എന്നാണ് യൂസ് ചെയ്യുന്നത്. എൽ റെഫ്രിജറേറ്റർ, ദി ഫ്രിഡ്ജ്. ലാസ്റ്റ് വൺ എൽ ദെസായുനോ, ദി ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് അടുത്ത ഒരു വീഡിയോയിലേക്ക് വരുന്നതിനുള്ള ഒരു ഇൻസ്പിറേഷൻ. അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യുമല്ലോ, സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഓക്കെ, ഹasta luego, take care, bye.